ഇവരാരാണ് വടം കെട്ടി 11 മണിയാകുമ്പോഴേക്കും തൃശ്ശൂർ റൗണ്ടിൽ വെടിക്കെട്ട് നടക്കാൻ പോകുന്നത് 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ 2:30 ശേഷമാണ്. ഒരു 2 മണിക്ക് ഒഴിവാക്കുള്ളൂ എന്ന ആലോചന യോഗത്തിൽ കൃത്യമായി പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ഇവർ. അതിനുശേഷം 11 മണി 11:30 മണിയാകുമ്പോഴേക്കും കമ്മിറ്റിക്കാരെ പോലും ഉള്ളിൽ കടത്താതെ, അതിന്റെ ചടങ്ങ് നിർവഹിക്കുന്നവരെ ഉള്ളിൽ കടത്താതെ, മേളക്കാരെ പൂർണ്ണമായിട്ട് ഉള്ളിൽ കടത്താതെ, റൗണ്ടിലേക്ക് ആരും പ്രവേശിപ്പിക്കാതെ ഇവരങ്ങ് നിറഞ്ഞു നിൽക്കുക. അമ്പലത്തിനകത്ത് കുടമാറ്റത്തിന് കുടയും കൊണ്ടുപോകുന്ന സമയത്ത് കൃത്യമായി കാര്യം പറഞ്ഞിട്ട് പോലും ഇവരുടെ തിണ്ണമെടുക്കുക, നെഞ്ചുവിരിപ്പ് കാണിച്ച് ഇവർ നിൽക്കുക. ആരാ മറുപടി പറയേണ്ടത്? ഈ സ്വാഭാവികമായിട്ട് അതിനെ എതിർത്താൽ, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത് പൂരം കാണാൻ വരുന്നത്, അവർ എതിർത്താൽ അവരെ ഭീഷണിപ്പെടുത്തുക, എന്ത് വെച്ചിട്ട് ലാത്തി വെച്ച് ഭീഷണിപ്പെടുത്തുക. എത്ര തവണ അവിടെ ലത്തി ചാർജ് നടത്തിയെന്നറിയാമോ? പേടിപ്പിക്കുക വടിയും ചൂണ്ടിക്കാണിച്ചിട്ട്. ആരാണ് ഇവർ? തൃശ്ശൂരങ്ങാടിയിൽ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് കേരളത്തിന്റെ മൊത്തം ജില്ലകളിൽ നിന്നും കേരളത്തിനപ്പുറത്തും ഇന്ത്യക്കപ്പുറത്തും ആളുകൾ വന്ന് ഈ തൃശ്ശൂർ പൂരം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഒരു സംഭവത്തെ ഇത്ര മനോഹരമായി കാണിക്കുന്ന സമയത്ത് അത് തകർക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി എവിടെ നിന്നാണ് ഇവർക്ക് അതിനുള്ള അധികാരം കിട്ടിയത്? ആരാണ് ഇവർക്ക് അതിനുള്ള അധികാരത്തിനുള്ള ഉപദേശം കൊടുത്തത്? അതിൻ്റെ പുറകിൽ മറ്റ് ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ളതും ആ ഗൂഢാലോചന കൂടി അന്വേഷിക്കേണ്ടതാണ്. ഈ ഉദ്ദേശ പ്രവർത്തികൾ ചെയ്തിട്ടുള്ള മനഃപൂർവ്വം ഇന്റൻഷനലി ഇത് നശിപ്പിക്കണമെന്നും തടുക്കണമെന്നും വിശ്വാസങ്ങൾ തകർക്കണമെന്നും ഇവിടുത്തെ ആഘോഷങ്ങൾ ഇല്ലാതാക്കണമെന്നും ജനങ്ങൾ തമ്മിൽ തല്ലണമെന്നും ജനങ്ങളെ ഉപദ്രവിക്കണമെന്നും ക്ഷേത്രങ്ങളെ അകറ്റി നിർത്തണമെന്നും ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച, അത് കാക്കിയിട്ടവന്മാരായിക്കോട്ടെ, അതിന്റെ പുറകിൽ പ്രവർത്തിച്ചവന്മാരായിക്കോട്ടെ, ഏതാളുകളാണെങ്കിലും അവരെ ശക്തമായിട്ട് തൃശ്ശൂർ ജനത രാഷ്ട്രീയമില്ലാതെ നേരിടണമെന്നുള്ളതാണ്. അവിടെ സുനിൽ ലാലൂർ കൃത്യമായ രാഷ്ട്രീയം കളിക്കുന്നു. ബലദേവ് അതിനകത്ത് രാഷ്ട്രീയ ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങയുടെ മന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ, ശ്രീ രാജൻ. അദ്ദേഹം മന്ത്രിയല്ലേ ഇടതുപക്ഷത്തിന്റെ? ആ മന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ. മന്ത്രി വലിയ പൂരപ്രേമിയാണല്ലോ. എന്താ മന്ത്രിക്ക് കൃത്യമായിട്ട് പോലീസിനെ ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹം വിളിച്ചാൽ വരില്ലേ? അദ്ദേഹത്തിന്റെ അധികാരം വെച്ചിട്ട് അവിടെ വിളിച്ചിരുത്തിയിട്ട് അഭ്യാസങ്ങളൊക്കെ നിർത്തിക്കൊള്ളണം, ജനങ്ങൾ വരുമ്പോൾ അവർക്ക് പൂരം കാണാനുള്ള പരിപാടി ഉണ്ടാവണം, നിങ്ങൾ മേലാൽ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് 7:30 മണിക്ക് ഈ സംഭവം ഉണ്ടായാലോ. കണിമംഗലം ശാസ്താവ് വരുന്ന വിഷയത്തിൽ അവിടെ പ്രശ്നം പറയുന്നത് സുരേഷ് ഗോപിയുടെയും ഒപ്പം ചില ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരുടെയും ഒക്കെ സാന്നിധ്യം മാത്രമാണ് അവിടെ പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നത്. അവിടെ പ്രധാനമായും ബലദേവും ഒപ്പം സുനിലും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ താങ്കളുടെ മറുപടി കൂടി വേണം. അതിൽ മറുപടി പറയേണ്ട ആൾ താങ്കളായതുകൊണ്ടാണ് താങ്കളേക്ക് തന്നെ ചോദ്യത്തിലേക്ക് വന്നത്. അവിടെ ഈ മന്ത്രിയുടെയോ അല്ലെങ്കിൽ MLA-മാരുടെയോ പ്രാദേശിക നേതാക്കന്മാരുടെയോ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പ്രശ്നം പരിഹരിച്ചില്ല എന്ന പ്രശ്നമൊന്നും അവിടെ ഇല്ല. അവിടെ ആകെ പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത് ഹിന്ദു സംഘടനാ നേതാക്കന്മാർ മാത്രമല്ല, എല്ലാ സാംസ്കാരിക സംഘടനാ നേതാക്കന്മാരും. സുനിൽ ലാലൂരിനെ പോലെയുള്ള ആളുകൾ അത് പറയുമ്പോൾ സുനിൽ ലാലൂരിന് തന്നെ അറിയാന്ന് അതൊരു വിഡ്ഢിത്തരമാണ് പറയുന്നതെന്ന്. സാംസ്കാരിക സംഘടനാ നേതാക്കന്മാർ, ഹിന്ദു സംഘടനാ നേതാക്കന്മാർ, വിവിധ ആളുകൾ, പൊതുജനങ്ങൾ എല്ലാവരും ഇതിനെതിരാണെന്ന്. എല്ലാവരും ആ ദേവസ്വത്തിലെ ആളുകൾക്കുണ്ടായത് ലാത്തിചാർജ് നേരിട്ടതില്, അതിന് മുമ്പിൽ കുത്തുവിളക്കുമായി പോയ ആ വ്യക്തിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ ശക്തമായി ഇടപെടുന്നു. സുനിൽ ലാലൂരിനെ പോലെയുള്ള ആളുകൾക്ക് അതിനകത്ത് രാഷ്ട്രീയം കണ്ടു, അതിനകത്ത് അവന്റെ ജാതി കണ്ടു, അതിനകത്ത് അവന്റെ മതം കണ്ടുവെങ്കിൽ അത് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ആ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അവർ അതിനെ രാഷ്ട്രീയമായി എടുക്കുമ്പോൾ നമ്മളിത് സമൂഹത്തിന്റെ വിഷയമായി എടുക്കുന്നു. ഒരു വിഭാഗത്തെ ഇന്ന് പാവർട്ടി പെരുന്നാൾ നടക്കുക, അവിടെ പോലീസ് ഈ അഭ്യാസം നടത്തിയാലും ഞങ്ങൾ ചോദ്യം ചെയ്യും. കാരണം എന്താണെന്നറിയോ? ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയും സമൂഹത്തിന്റെ ഐക്യവും ഊട്ടിയുറയ്ക്കുന്ന അല്ലെങ്കിൽ ഊട്ടിയുറപ്പിക്കുന്ന വലിയൊരു വിശാലമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതുപോലെ ആചാരങ്ങളും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിനകത്ത് എല്ലാ മാധ്യമ പ്രവർത്തകരും കൃത്യമായി ലൈവ് പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, ആളുകൾ കാണുന്നുണ്ട്, ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ ടൂറിസത്തിന്റെ ഡെവലപ്മെന്റും അതിനകത്തുണ്ട്. ഇതൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കെ ഒരു മന്ത്രി അവിടെ കൃത്യമായി ആ സ്ഥാനത്തുള്ളപ്പോൾ, മുൻ മന്ത്രിമാർ അവിടെ ഉള്ളപ്പോൾ, MP ഉള്ളപ്പോൾ, സുനിലിന്റെ MP ആണല്ലോ ഇപ്പൊ നിലവിലുള്ള MP ഉണ്ട്, MLA ഉണ്ട്, മന്ത്രിയുണ്ട്, എല്ലാവരും ഇല്ലേ? മേയർ ഉണ്ടായിരുന്നില്ലേ അവിടെ? ഇവർക്കൊക്കെ കൂടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവിധ വിളവും കാണിച്ചാൽ അവർക്ക് മുമ്പിൽ പഞ്ചപൂച്ച മടക്കി നിൽക്കേണ്ട ബാധ്യത എന്തായിരുന്നു? അധികാര കസേരയിൽ ഇരിക്കുന്നവർക്ക് ഒരു വിശ്വാസത്തെയും ഒരു സംസ്കാരത്തെയും ഒരു ആഘോഷത്തെയും ഒരു നാടിന്റെ നൈതികതയെയും തകർക്കുമ്പോ അതും നോക്കി നിന്ന് എങ്ങനെയുണ്ട് എന്ന് ധിക്കാരപൂർവ്വമാണോ ഇവർ സംസാരിക്കേണ്ടത്? അതിലെ രാഷ്ട്രീയമാണോ ഇവർ കാണേണ്ടത്? അതിനകത്ത് ആരൊക്കെ അവിടെ പോയി ദേവസ്വത്തിൽ പോയി എന്നുള്ളതിന്റെ മതവും ജാതിയുമാണോ ഇവർ അന്വേഷിച്ചു പോകേണ്ടത്? മറിച്ച് ഇത് നശിപ്പിക്കാനും തകർക്കാനും തകർത്തെറിയാനും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഉദ്യോഗ
ഉദ്യോഗസ്ഥരെ നാഴികക്ക് ഒരു നിമിഷം പോലും മാറ്റി നിർത്താതെ ആ സംവിധാനത്ത് മാറ്റി നിർത്താനുള്ള അധികാരം അവർക്കില്ലേ? ഇവരെന്താ ചെയ്യാഞ്ഞത്? ഇവരെന്താ അവരെ ചോദ്യം ചെയ്യാഞ്ഞത്? ഇവരെന്താ കൃത്യമായി അവരെ ശാസിക്കാഞ്ഞത്? ഇവർ ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? ഇവർക്കൊക്കെ അതിനകത്ത് രാഷ്ട്രീയവും മതവും ജാതിയും വർഗവും വർണ്ണവുമാണ് ചർച്ച ചെയ്യാനുള്ളത്. ഞങ്ങൾക്ക് അവിടെ ചർച്ച ചെയ്യാനുള്ളത് ഒരു നാടിന്റെ സംസ്കാരത്തെ തകർക്കുന്ന പ്രവർത്തനത്തിന് ആര് കൂട്ടുനിന്നാലും അവർക്ക് നേരെയാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. അവിടെയാണ് ഞാനും സുനിലും ഞാനും ബലദേവും തമ്മിലുള്ള വ്യത്യാസം, ശ്രീ ഉമേഷ്. അതുകൊണ്ട് BJP സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമില്ല. സുരേഷ് ഗോപി പോവും സാർ. സുരേഷ് ഗോപി അദ്ദേഹത്തിന് വൈകുന്നേരം സ്വാഭാവികമായിട്ടൊരു വിഷയം നടക്കുന്നു. ക്ഷേത്ര ആളുകളെയും വിശ്വാസികളെയും പൂരം കാണാൻ വന്ന പൂരപ്രേമികളെയും ആഘോഷിക്കാൻ വന്ന ജാതി മത വർഗ വർണ്ണത്തിന് അതീതമായി നിൽക്കുന്ന വിവിധ ആളുകളെയും ഉപദ്രവപൂർവ്വം കാത്തു നിൽക്കുന്നവരെ പോലും വിറപ്പിച്ചുകൊണ്ട് പോലീസിന്റെ നറനായാട്ട് നടക്കുമ്പോൾ, ആരും ചോദ്യം ചെയ്യാതെ പോലീസ് ഇങ്ങനെ വിളയാടുമ്പോൾ, MP-യും MLA-യും മന്ത്രിയും മുൻ മന്ത്രിമാരും മേയർമാരും ഒക്കെ അവിടെ ഉണ്ടാകുമ്പോൾ, ഇവരൊന്നും ഇടപെടാതെ നിൽക്കുമ്പോൾ സുരേഷ് ഗോപി ഇടപെടും സർ. അത് സ്വാഭാവികമല്ലേ? ഞാനായി ഇടപെടില്ലേ? സുനിലായി ഇടപെടില്ലേ? ബൽദേവായി ഇടപെടില്ലേ? ഉമേഷായി ഇടപെടില്ലേ? അദ്ദേഹം പോകും, കാര്യങ്ങൾ സംസാരിക്കും, അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യും, കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയും. അതിലെന്താ തെറ്റുള്ളത്? അതിന് സുനിൽ ലാലൂരിന്റെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങിയിട്ട് വേണോ അത് പറയാൻ? കോൺഗ്രസ് നേതാക്കന്മാരുടെ മുമ്പിൽ പോയിട്ട് എഴുത്തു മേടിക്കണോ? CPM നേതാക്കന്മാരുടെ മുമ്പിൽ എഴുത്തു മേടിക്കണോ? നിങ്ങൾ ചെയ്യേണ്ടത് അതായിരുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അധികാര ശ്രേണിയിലിരിക്കുന്ന MP ഉണ്ടല്ലോ, MLA ഉണ്ടല്ലോ, എല്ലാ അധികാര കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും മാറി മാറി ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ പ്രവർത്തിക്കണമായിരുന്നു. നിങ്ങൾ ആക്ട് ചെയ്യാതെ അവിടെ പോയി അവരുടെ ജാതിയും മതവും ബൈനാക്കുലർ വെച്ച് നോക്കിയിട്ടേ കാര്യമില്ല സർ.